1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 11 12 വാക്യങ്ങൾ. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയും ഇല്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നും ഉളവായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നിശ്ചയിച്ച അധികാരക്രമം നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിക്കുന്നവരും തുല്യരുമാണ് എന്ന് കാണിക്കുന്നു. പുരുഷൻ സ്ത്രീയേക്കാൾ ശ്രേഷ്ഠനോ സ്ത്രീ പുരുഷനേക്കാൾ താഴ്ന്നവളോ അല്ല. ഇരുവരും പരസ്പരം സ്നേഹമുള്ളവരും ഇരുവർക്കും ഒരേപോലെ സകലത്തിന്റെയും ഉറവിടം ദൈവം മാത്രവുമാണ് എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീ ആദ്യമായി പുരുഷനിൽ നിന്നും ഉളവായി എന്ന സൃഷ്ടി വസ്തുത വിശുദ്ധ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിനുശേഷം ജനിച്ച സകല പുരുഷന്മാരും സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെയാണ് ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 20 വാക്യത്തിൽ ഹവ്വ ജീവനുള്ള എല്ലാവർക്കും മാതാവ് എന്ന് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 27 വാക്യത്തിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് എഴുതി കാണുന്നു. ഇരുവരും ദൈവസ്വരൂപത്തിൽ ഒരുപോലെ പങ്കാളികളാണ് എന്നതിന്റെ പഴയ നിയമസാക്ഷ്യമാണിത്. വിവാഹത്തിലും കുടുംബത്തിലും പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം വേർപിരിയാനാവാത്ത വിധം ഒന്നാണ് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവിതകാലത്ത് വ്യക്തമാക്കി. മത്തായി സുവിശേഷം 19 അധ്യായം 6 വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, അവർ മേലാൽ രണ്ടല്ല ഒരു ശരീരമത്രേ. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ഗ്രീക്ക് പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ പാർശ്വവൽക്കരിച്ചപ്പോൾ യേശു അവരെ ശിഷ്യത്വത്തിലേക്കും ശുശ്രൂഷയിലേക്കും ചേർത്ത് പിടിക്കുകയും ഉയർപ്പിന്റെ ആദ്യ സാക്ഷികൾ ആക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ഈ വചനം ഇപ്രകാരം ഉദ്ധരിക്കുവാൻ കാരണം, തൊട്ടു മുൻപിലുള്ള വാക്യങ്ങളിൽ സ്ത്രീ പുരുഷനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് പുരുഷന്മാർ അഹങ്കരിക്കാനോ സ്ത്രീകളെ അടക്കി ഭരിക്കാനോ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് കണ്ടു. ആ തെറ്റായ പുരുഷാധിപത്യ ചിന്താഗതിയെ തുലനം ചെയ്യാനും തകർക്കുവാനുമാണ് വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം വ്യക്തമാക്കുന്നത്. സ്ത്രീ പുരുഷനിൽ നിന്നും ഉണ്ടായി എങ്കിലും ഇന്ന് ഏത് പുരുഷനും ജനിക്കുന്നത് സ്ത്രീയിലൂടെയാണ്. അതിനാൽ ആരും അഹങ്കരിക്കരുത്. കർത്താവിൽ ഇരുവരും പരസ്പരം താങ്ങും തുണയുമായി നിൽക്കേണ്ടവരാണ്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. കുടുംബത്തിലോ സഭയിലോ പുരുഷൻ തന്റെ അധികാരത്തെ അടിച്ചമർത്തലിനുള്ള ആയുധമാക്കരുത്. പരസ്പര സ്നേഹവും ബഹുമാനവും അനിവാര്യമാണ്. 2. സ്ത്രീയും പുരുഷനും പരസ്പരം എതിരാളികളല്ല, ദൈവിക ഉദ്ദേശം പൂർത്തിയാക്കാൻ പരസ്പരം സഹായിക്കേണ്ട പങ്കാളികളാണ്. 3. സകലവും ദൈവത്തിൽ നിന്നല്ലോ ആകുന്നു എന്ന ബോധ്യത്തോടെ ജഡിക പുകഴ്ചകൾ മാറ്റിവെച്ച് ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുക. ചുരുക്കത്തിൽ ക്രമത്തിൽ വ്യത്യാസമുണ്ട് എങ്കിലും ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും പരസ്പരം ആശ്രയിക്കുന്നവരും തുല്യരുമാണ്. ദൈവമാണ് എല്ലാവരുടെയും ജീവന്റെയും നിലനിൽപ്പിന്റെയും ഏക ഉറവിടം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.